ഹായ് ഗായ്സ്, ഗിൽബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വോട്ടിങ്ങിന്റെ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് ഞായറാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 മത്സരാർത്ഥികളാണുള്ളത്. ഈ 9 പേരിൽ നിന്ന് 1-2 മത്സരാർത്ഥികൾ ഈ ആഴ്ചയിൽ പുറത്തു പോകും. നാളെയാണ് ലാലേട്ടൻ്റെ വരുന്നത്. നാളെ ലാലേട്ടൻ്റെ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ ആരാണ് പുറത്തു പോയതെന്ന് വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേദൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് രാത്രി 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ ജിൻഡോ ആണ്. ജിൻഡോയുടെ പൊസിഷൻ മാത്രം യാതൊരു മാറ്റവും അതങ്ങനെ തന്നെ തുടരും. കാരണം മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഇതുവരെ ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 4,60,112 എന്ന കൂറ്റം വോട്ട് നേടിയാണ് 1-ാം പൊസിഷൻ തന്നെ പിടിച്ചടക്കിയിരിക്കുന്നത്. 2-ാം പൊസിഷനിൽ ഇപ്പോൾ ജാസ്മിനാണ് തുടരുന്നത്. ജാസ്മിൻ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. എനിക്ക് തോന്നുന്നു ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ജാസ്മിൻ്റെ വോട്ട് കയറാൻ തുടങ്ങി. കുറേ സപ്പോർട്ടേഴ്സ് ജാസ്മിൻ ഇപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ 3,17,231 എന്ന കൂറ്റം വോട്ട് നേടി ജിൻഡോയുടെ തൊട്ടു ബാക്കിലായിട്ട് 2-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 3-ാം പൊസിഷനിൽ ഇപ്പോഴും അഭിഷേക് തന്നെയാണ് തുടരുന്നത്. ജാസ്മിനായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയെങ്കിലും ഇതുവരെയും അഭിഷേകിന് 2-ാം പൊസിഷൻ തിരിച്ചു പിടിക്കാനായിട്ടില്ല. ഇപ്പോൾ 3,12,220 വോട്ട് നേടിയാണ് തൻ്റെ 3-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 4-ാം പൊസിഷനിൽ അൻസിബ തന്നെയാണ് തുടരുന്നത്. അൻസിബയുടെ വോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആണ്. സൈലൻ്റ് ആയിട്ട് മുന്നേറുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറേ സപ്പോർട്ടേഴ്സ് പുറത്തുണ്ട്. അതിൻ്റെ പ്രതിഫലനമായിട്ട് 3,08,799 വോട്ട് നേടി അഭിഷേകിൻ്റെ തൊട്ട് ബാക്കിലായി 4-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5-ാം പൊസിഷനിൽ അർജുനാണ്. ഒരു ഘട്ടത്തിൽ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ മിഡ് വീക്ക് ആയപ്പോഴേക്കും വോട്ടിംഗ് എല്ലാം തകർന്ന് തരിപ്പണമായി ഇപ്പോൾ പിന്നിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2,95,612 വോട്ട് നേടി 5-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് ചെയ്തിരിക്കുന്നത്. 6-ാം പൊസിഷനിൽ ഇപ്പോഴും ഋഷി തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ പുറത്തു പോയേക്കാം എന്ന് വിചാരിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഋഷി. എന്നാൽ ഋഷിയുടെ ഫാൻസ് അത് വോട്ടാക്കി മാറ്റി ഇപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 2,29,800 വോട്ട് നേടി 6-ാം പൊസിഷനിൽ സേഫായി തന്നെ തുടരുകയാണ്. 7-ാം പൊസിഷനിൽ വീണ്ടും ശ്രീതു കയറി വന്നിരിക്കുകയാണ്. കുറേ നേരമായിട്ട് 8-ാം പൊസിഷനിലായിരുന്നു. എന്നാൽ അപ്സരയെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും ശ്രീതു 7-ാം പൊസിഷനിൽ കയറി വന്നിട്ടുണ്ട്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് 7-ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. 2,23,155 വോട്ട് നേടി ഇപ്പോൾ 7-ാം പൊസിഷനുള്ളത്. 8-ാം പൊസിഷനിലേക്ക് അപ്സര തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുള്ള വോട്ടിംഗ് അപ്സരയ്ക്ക് വളരെ നിർണായകമാണ്. കാരണം ഇപ്പോൾ ഡേഞ്ചർ പൊസിഷനാണുള്ളത്. ഇപ്പോൾ 2,23,007 വോട്ട് നേടി 8-ാം പൊസിഷനാണുള്ളത്. 9-ാം പൊസിഷനിൽ റസ്മിനാണ് തുടരുന്നത്. 1,50,121 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി വലിയ പ്രതീക്ഷയൊന്നും റസ്മിൻ്റെ കാര്യത്തിൽ വയ്ക്കേണ്ടതില്ല. കാരണം ഈ ആഴ്ച പുറത്തു പോകേണ്ട മത്സരാർത്ഥി റസ്മിൻ തന്നെയാണ്. നാളെ എന്തായാലും ലാലേട്ടൻ്റെ ഷൂട്ട് കഴിയുമ്പോൾ ആ ഒരു ന്യൂസ് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ.